എന്താ നോക്കണേ? അല്ലേ നമ്മൾ കഴിഞ്ഞിട്ട് ചെയ്ത അതേ നെക്സോണിന്റെ ലുക്ക് ഉണ്ടല്ലോ ഇതിപ്പോ ഏതാ വാഹനം? ഇത് മാരുതിയുടെ നെക്സോൺ. മാരുതിയുടെ നെക്സോണോ? കഴിഞ്ഞ വീട് നമ്മൾ ടാറ്റയുടെ നെക്സോൺ ചെയ്തു. അതെ. അത് മാരുതിയിലേക്ക് വരുമ്പോൾ അതിന്റെ പേര് ബ്രസ എന്നായി. അതേ സെഗ്മെന്റിൽ വരുന്നൊരു വാഹനമാണ് മാരുതിയുടെ ബ്രസ എന്നുള്ള പേരിൽ. അതുപോലെ തന്നെ ബ്രസക്ക് സാധാരണ മോള് ബ്ലാക്ക് അല്ലേ വരില്ലേ, ഇതെന്താ ഇങ്ങനെ? സാധാരണ ബ്ലാക്ക് വരലുണ്ട്, അത് ഡുവൽ ടോൺ എന്നുള്ള വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഇത് ZD എന്നുള്ള വേരിയന്റ് ആണ്. ഇതിന് തൊട്ട് മുകളിൽ വരുന്നതാണ് ZD ഡുവൽ ടോൺ വരുന്നുണ്ട്, അതിനകത്താണ് ബ്ലാക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഏതാ മോഡൽ? ഇത് 2018 മോഡൽ വരുന്ന ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനം. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് ഈ ഹെഡ് ലാമ്പ് എന്താ റൗണ്ട് ഷേപ്പ്. ZDയിൽ വരുന്നൊരു ഫീച്ചറാണിത്. ഹെഡ് ലാമ്പ് പ്രൊജക്ട് ഹെഡ് ലാമ്പാണ് വരുന്നത്. അങ്ങനെ കുറേ ഫീച്ചേഴ്സിൽ വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, സീറ്റ് കവർ വരുന്നുണ്ട്, പിന്നെ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡിഫോഗർ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് ZD എന്നുള്ള വേരിയന്റ് വരുന്നുണ്ട്. ഏറ്റവും ഫുള്ളിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റാണ് ZD. അതുകൊണ്ടാണ് അത്രയും ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഇതെന്താ DDIS? DDIS എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. എഞ്ചിൻ്റെ പേര് ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് പറയുന്ന പേരാണ് DDIS. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1 lakh കിലോമീറ്ററാണ് നിലവിൽ റൺ ചെയ്തിട്ടുള്ള. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള ഒരു നല്ല അടിപൊളി വാഹനം. അപ്പോൾ ബ്രസ ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഒരു അടിപൊളി വാഹനം ട്രൂച്ചേഴ്സിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2018 മോഡൽ ZD വേരിയന്റ് വാഹനം, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലത്തെ നല്ല ക്വാളിറ്റി വാഹനങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യുക.